പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സുസ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെക്ഷൻ 10, സെക്ഷൻ 11, സെക്ഷൻ 12 കൃത്യമായി പഠിച്ചു കഴിഞ്ഞു. എന്താ സെക്ഷൻ 10 നമ്മൾ പഠിച്ചത്? ചേഞ്ച് ഓഫ് നെയിം ഓഫ് എ സൊസൈറ്റി. സെക്ഷൻ 11 എന്താ പഠിച്ചു കഴിഞ്ഞത്? ചേഞ്ച് ഓഫ് ലയബിലിറ്റി ഓഫ് എ സൊസൈറ്റി. സെക്ഷൻ 11നോടൊപ്പം നമ്മൾ റൂൾ 12 പഠിച്ചു. അതിനുശേഷം നമ്മൾ സെക്ഷൻ 12 പഠിച്ചു. എന്താണ്? അമെൻമെൻറ്റ് ഓഫ് ബൈല. ആ സെക്ഷൻ 12നോടൊപ്പം ചേർന്ന് വരുന്ന റൂൾ ഏതായിരുന്നു ഞാൻ പറഞ്ഞത്? റൂൾ 9. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെക്ഷൻ 10 ചേഞ്ച് ഓഫ് നെയിം, സെക്ഷൻ 11 ചേഞ്ച് ഓഫ് ലയബിലിറ്റി, സെക്ഷൻ 12 അമെൻമെൻറ്റ് ഓഫ് ബൈല. കൂട്ടുകാർ ഒന്നുകൂടി ഇതൊന്ന് മനനം ചെയ്ത് ഇതിൻ്റെ ഓർഡർ മനസ്സിലാക്കി വയ്ക്കുക ഈ ക്ലാസ്സിന് മുന്നോടിയായിട്ട്. സെക്ഷൻ 12നോടൊപ്പം നമ്മൾ പറഞ്ഞ റൂൾ 9 എന്നും ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൽ സെക്ഷൻ 12 വരുന്ന 3 പോയിന്റുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ സെക്ഷൻ 12 അവശേഷിക്കുന്ന 2 പോയിന്റുകളും പിന്നെ ബൈല അമെൻമെൻറ്റുമായി ബന്ധപ്പെട്ട് റൂൾ 9 പ്രതിപാദിക്കുന്ന വിഷയങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. വളരെ സിമ്പിളാണ്. ബൈല എങ്ങനെ നിസ്സാരമായിട്ട് നമ്മൾ ഭേദഗതി ചെയ്തെടുക്കാം എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് നോക്കുന്നത്. അത് ക്ലാസ്സിലേക്ക് പോകാം. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ബൈല അമെൻമെൻറ്റിൻ്റെ അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഫോർമാലിറ്റി എല്ലാം ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ RCS 7 ദിവസത്തിനകം, അപ്പോൾ ഇഫ് ഇറ്റ് ഈസ് റെഫ്യൂസ്ഡ് ഇറ്റ് ഷാൽ ബി കമ്മ്യൂണിക്കേറ്റഡ് ടു കൺസേൺഡ് സൊസൈറ്റി വിത്തിൻ 7 days വിത്ത് ജെനുവിൻ റീസൺസ്. അതാണ് ആക്റ്റിൽ പറയുന്നത്. എന്താണ്? റെഫ്യൂസ് ചെയ്യപ്പെട്ടാൽ 7 ദിവസത്തിനകം, ആ ടൈം ലിമിറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക, 7 days. ഒരു ബൈല അമെൻമെൻറ്റ് റെഫ്യൂസ് ചെയ്യപ്പെട്ടാൽ 7 ദിവസത്തിനകം സംഘത്തിനെ കാര്യകാരണ സഹിതം രേഖാമൂലം RCS അറിയിച്ചിരിക്കണം. 7 days ടൈം ലിമിറ്റ്. ഓക്കെ, ആ ടൈം ലിമിറ്റ് ഈ പാർട്ടിൻ്റെയും നമ്മൾ സെപ്പറേറ്റ് പഠിക്കും. അതുവരെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ബൈല അമെൻമെൻറ്റിൻ്റെ റെഫ്യൂസ് ചെയ്യപ്പെട്ടാലുള്ള ടൈം ലിമിറ്റ് 7 days ആണ്. അപ്പോൾ ഇനി വേറൊരു പോയിന്റ് നിങ്ങൾ ഓർക്കേണ്ടത്, ഏത് സർക്കംസ്റ്റാൻസിലായാലും ബൈല അമെൻമെൻറ്റിൻ്റെ ഒരു പ്രപ്പോസൽ കിട്ടിക്കഴിഞ്ഞാൽ RCS 90 ദിവസത്തിനകം അതിന്മേൽ തീരുമാനമെടുക്കണം. അത് അപ്രൂവ് ചെയ്താലും കൊള്ളാം, അപ്രൂവ് ചെയ്തില്ലെങ്കിലും കൊള്ളാം, അതിന്മേൽ തീരുമാനമെടുക്കേണ്ടത് അൾട്ടിമേറ്റം 90 days ആണ്. കാരണം എന്താ? നമ്മൾ രജിസ്ട്രേഷൻ സെക്ഷൻ 7ലും പറഞ്ഞു, രജിസ്ട്രേഷന് വേണ്ടി ഒരു സംഘം ആപ്ലിക്കേഷൻ കൊടുത്താൽ അതിന്മേൽ തീരുമാനമെടുക്കാമെന്നുള്ള പരമാവധി സമയം 90 ദിവസമാണ്. അതുപോലെ തന്നെ ബൈല, അതിനോടൊപ്പം തന്നെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനോടൊപ്പം തന്നെ രജിസ്റ്റേർഡ് ബൈലയും കൊടുക്കുമെന്ന് ഞാൻ ആ സമയം പറഞ്ഞു. അതിന് 90 ദിവസമായതുകൊണ്ട് ഇവിടെയും 90 ദിവസം തന്നെയാണ്. ബൈല അമെൻമെൻറ്റിനും 90 ദിവസം തന്നെയാണ്. അങ്ങനെ ചിന്തിക്കുക നിങ്ങൾ. രണ്ടിലും 7ഉം 90 കൊണ്ട്, ഇവിടെയും 7ഉം 90 കൊണ്ട് മാറ്റമില്ല, സെയിമാണ്. അതുകൊണ്ട് ഇതൊരു പ്രത്യേക ടൈം ലിമിറ്റായിട്ട് കരുതേണ്ടതില്ല. സെക്ഷൻ 7ൽ പഠിച്ച 7ഉം 90ഉം തന്നെയാണ് ഇവിടെയും, അതുപോലെ തന്നെ നിലനിൽക്കും. പിന്നെ ഒരു കാര്യം, നമുക്ക് റെഫ്യൂസ് ചെയ്യപ്പെട്ടാൽ നമുക്ക് വേണമെങ്കിൽ ഒരു റെപ്രസെൻറ്റേഷൻ കൊടുക്കാൻ പറ്റും. ബൈല അമെൻമെൻറ്റ് ഈ RCS റെഫ്യൂസ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് RCS പിന്നെ അധികാരം പകർന്നു നൽകിയ ബോഡികൾ, ഇപ്പോൾ ജോയിൻ്റ് രജിസ്ട്രാർ, പിന്നെ താഴെ വരുന്ന ബന്ധപ്പെട്ട ഓഫീസേഴ്സാണ് റെഫ്യൂസ് ചെയ്തുവെങ്കിൽ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ കൊടുക്കേണ്ടത് RCSനായിരിക്കും. അതുപോലെ തന്നെ RCS ആണ് ഇത് റെഫ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റെപ്രസെൻറ്റേഷൻ കൊടുക്കേണ്ടത് ഗവൺമെൻറ്റിനായിരിക്കും. ഈ 2 പോയിന്റ് ഓർത്ത് വയ്ക്കുക. RCSന് താഴെയുള്ള ബോഡീസാണ് റെഫ്യൂസ് ചെയ്തു എങ്കിൽ റെപ്രസെൻറ്റേഷൻ, അപ്പീൽ കൊടുക്കേണ്ടത് RCSന്. ഇനി RCS ആണ് ഇത് റെഫ്യൂസ് ചെയ്തിട്ട് ഉള്ളതെങ്കിൽ നിങ്ങൾ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ അപ്പീൽ കൊടുക്കേണ്ടത് ടു ദ ഗവൺമെൻറ് ആയിരിക്കും. ഇതാണ് നമ്മുടെ സെക്ഷൻ 12ൽ പറയുന്ന ബൈല അമെൻമെൻറ്റിൻ്റെ നടപടിക്രമങ്ങൾ. റൂൾ 12 പഠിക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് സെക്ഷൻ 5ൽ പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ചേഞ്ച് ഓഫ് ലയബിലിറ്റിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ സംഘം രജിസ്റ്റർ ചെയ്യുന്നത് എപ്പോഴും ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റീസ് ആയിരിക്കും. ഇപ്പോൾ അൺലിമിറ്റഡ് സൊസൈറ്റീസ് രജിസ്റ്റർ ചെയ്യാൻ പ്രൊവിഷനില്ല. നമ്മൾ നേരത്തെ തന്നെ കണ്ടില്ലേ, സെക്ഷൻ 5ൽ കണ്ടില്ലേ. അതും ഇതുമായിട്ട് ക്ലബ് ചെയ്തിട്ടാണ് സംസാരിക്കുക. അപ്പോൾ ഈ പറയുന്ന ഈ സെക്ഷൻ 11 ചേഞ്ച് ഓഫ് ലയബിലിറ്റിയിൽ ഒരു കാര്യം മനസ്സിലാക്കുക, റൂൾ 12 ആണെന്ന് ഞാൻ പറഞ്ഞു. ഒരു കാരണവശാലും ലയബിലിറ്റി, ലിമിറ്റഡ് ലയബിലിറ്റിയെ അൺലിമിറ്റഡ് ലയബിലിറ്റി ആക്കാൻ പ്രൊവിഷൻ ഇല്ല. അതേസമയം നമ്മൾ ചെയ്യുന്നത് തിരിച്ചാണ്. എങ്ങനെ? അൺലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റി ഉണ്ടെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റി ആക്കി മാറ്റാം. ചേഞ്ച് ഓഫ് ലയബിലിറ്റിയിൽ ആദ്യം ഓർക്കേണ്ട പോയിന്റ് നമ്പർ 1 അതാണ്. ബാക്കി ഭാഗങ്ങൾ നമുക്കിനി നോക്കാം. ഇനി നമുക്കിതുമായി കൂട്ടി വായിക്കേണ്ട റൂൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, സെക്ഷൻ 12 ആൻഡ് റൂൾ 9 ആണ്. ഇനി റൂൾ 9 എന്താണ് പറയുന്നത്? സിമ്പിളാണ്. റൂൾ 9 എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ നേരത്തെ പോലെ തന്നെയാണ്. ഇവിടെയും ഒരു ബൈല അമെൻമെൻറ്റിന് 2/3 മെജോറിറ്റി വേണം.
ഇത് മസ്റ്റാണ്. 2/3 മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ട് ഇൻ ദ സ്പെഷ്യൽ ജനറൽ ബോഡി. ഈ പ്രത്യേക ജനറൽ ബോഡിയിൽ പിന്നെ പങ്കെടുത്ത് വോട്ട് ചെയ്ത അംഗങ്ങളുടെ 2/3 പേരുടെ ഭൂരിപക്ഷം ഈ റെസൊല്യൂഷൻ ഉണ്ടാവണം. അപ്പോൾ ബൈലാ അമെൻമെൻറ്റിന് 2/3 മെജോറിറ്റി മസ്റ്റാണ്. പിന്നെ റെസൊല്യൂഷൻ ഷാൽ ബി ഫോർവേഡഡ് വിത്തിൻ 1 മന്ത്. അങ്ങനെ റെസൊല്യൂഷൻ എടുത്താൽ 1 മാസത്തിനുള്ളിൽ അത് RCSലേക്ക് ഫോർവേഡ് ചെയ്തിരിക്കണം. കയ്യിൽ വയ്ക്കാൻ പാടില്ല, അല്ലേ? റെസൊല്യൂഷൻ എടുത്ത് കയ്യിൽ വയ്ക്കാൻ പാടില്ല. റെസൊല്യൂഷൻ തീയതി മുതൽ 1 മാസം, അത് ടൈം ലിമിറ്റാണ്. റൂൾ 9 വരുന്ന ടൈം ലിമിറ്റാണ് 1 മന്ത്. അപ്പോൾ റെസൊല്യൂഷന് ശേഷം 1 മാസത്തിനുള്ളിൽ RCSന് ഇതിൻ്റെ റിക്വേർഡ് ഡോക്യുമെൻറ്റ്സ് സഹിതം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിരിക്കണം. ഇനി ജെനുവിൻ കേസിൽ കണ്ടനേഷന് അധികാരം RCSനുണ്ടാവും. എന്താ കണ്ടനേഷൻ? ഇതിന് ഒരു റിലാക്സേഷൻ കൊടുക്കുക, കണ്ടൗൺ ചെയ്യുക എന്നൊക്കെ പറയും. ഇനി ഈ കണ്ടനേഷൻ എന്ന് പറയുന്ന വാക്ക് പറഞ്ഞപ്പോൾ അപൂർവം ചില സുഹൃത്തുക്കൾ ഇങ്ങനെ മുഖം പൊത്തി ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്നത് എൻ്റെ മനസ്സിൽ കാണുന്നുണ്ട്. കാരണം ഈ HDC, പിന്നെ JDC, അതുപോലെ BCom കോർപ്പറേഷൻ തുടങ്ങിയ പരീക്ഷകൾ എഴുതാൻ സമയത്ത് നിങ്ങളുടെ ആ ഒരു വർഷത്തെ അറ്റൻഡൻസ് പരിശോധിക്കപ്പെടും. അങ്ങനെ പരിശോധിക്കുമ്പോൾ നിശ്ചിത ശതമാനത്തിൽ താഴെ അറ്റൻഡൻസ് ഉള്ള വിദ്യാർത്ഥികൾ അറ്റൻഡൻസ് കണ്ടൗൺ ചെയ്യണം എന്ന് ടീച്ചർ പറയും, കണ്ടോണേഷൻ വേണം എന്ന് പറയും. അപ്പോഴാണ് ഈ വാക്ക് ആദ്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഓടി വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇളവനുപാതം വേണം, നിശ്ചിത പെർസെൻറ്റേജിൽ താഴെ മാത്രം അറ്റൻഡൻസ് ക്ലാസ്സിൽ വന്നിട്ടുള്ളൂ. ചുരുക്കം പറഞ്ഞാൽ അപൂർവം ചില വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ കട്ട് ചെയ്തിട്ട് കറങ്ങി നടക്കുന്ന, രഹസ്യമായിട്ട് ഞാൻ പറയുന്നത്, ആരും അറിയേണ്ട, നിങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി, എന്ന വിദ്യാർത്ഥികൾ ആ സമയത്തൊരു വെപ്രാളം കാണിച്ച് കണ്ടൗൺ ചെയ്തെടുക്കാനുള്ള ഒരു നടപടിയിലേക്ക് വരുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ. അപ്പോൾ ടീച്ചർ പറയും, എന്താണ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം, അത് നിശ്ചിത ശതമാനത്തിൽ കൂടിയാൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, സഹകരണ യൂണിയൻ സെക്രട്ടറിയാണ്. അതിനും മുകളിലേക്കാണെങ്കിൽ സംസ്ഥാന സഹകരണ യൂണിയൻ്റെ പിന്നെ എക്സാമിനേഷൻ ബോർഡ് ചെയർമാനാണ്. ആരാ എക്സാമിനേഷൻ ബോർഡ് ചെയർമാൻ? പെട്ടെന്ന് പറഞ്ഞേ. എക്സാമിനേഷൻ ബോർഡ് ചെയർമാൻ എന്ന് പറയുന്നത് RCS ആണ്. സഹകരണ യൂണിയൻ്റെ പരീക്ഷാ ബോർഡ് ചെയർമാൻ RCS ആണ്. അതൊരു ചോദ്യമാണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനാണ്, നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യും. എന്നാൽ ഇപ്പോഴേ മനസ്സിൽ വെച്ചോളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ടനേഷൻ വേണം, അതൊക്കെ ചില ബുദ്ധിമുട്ടുള്ള കേസാണ്, അതിന് ചില ഉപാധികൾ വേണം, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം, അത് കൊണ്ടുവരൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചതൊന്നും പിന്നെ എൻ്റെ വിദ്യാർത്ഥികളൊന്നും പറയണ്ട. പല മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നമ്മൾ പരിശോധിക്കപ്പെട്ടിട്ടുണ്ട്, ചില വിഷയങ്ങളൊക്കെ എടുത്തിട്ടുള്ളതാണ് അന്നൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അതൊക്കെ അപൂർവം ചില വിദ്യാർത്ഥികളാണ്, ഭൂരിഭാഗം വിദ്യാർത്ഥികളും അങ്ങനല്ല. അതുകൊണ്ട് ആ വിഷയം ഇല്ല. എന്നാലും ഞാൻ ഈ ഘട്ടത്തിൽ ആ പേര് വന്നതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം. ഇവിടെ അതല്ല കണ്ടനേഷൻ. നോക്കാം. അപ്പോൾ അതുപോലെ തന്നെ ജെനുവിൻ കേസിൽ കണ്ടനേഷൻ 1 മാസത്തിൽ എക്സീഡ് ചെയ്ത് RCSന് കൊടുക്കുക. അത് മാത്രം നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇനി ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്, ബൈലാ അമെൻമെൻറ്റിന് ജനറൽ ബോഡി മീറ്റിംഗിന് നോട്ടീസ് കൊടുക്കുമെന്നേ പറഞ്ഞില്ലേ. ആ നോട്ടീസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് 2 പോയിൻറ്റ്സ് റൂൾ 9 പറയുന്നുണ്ട്. എന്താണ് നോട്ടീസ് കൊടുക്കേണ്ടത്? അത് ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഒരു സംഘത്തിൽ 500 അംഗങ്ങൾ മാത്രമേ, 500ഉം അതിൽ താഴെയും അംഗങ്ങൾ മാത്രമേ ഉള്ളുവെങ്കിൽ, 500 വരെയാണ് മെമ്പർഷിപ്പ് ഒരു സംഘത്തിന് ഉള്ളതെങ്കിൽ നേരിട്ട് നോട്ടീസ് സർവ് ചെയ്ത് ഒപ്പിട്ട് വാങ്ങാം, ഫുൾ സിഗ്നേച്ചർ ഇട്ട് വാങ്ങാൻ പറ്റും. 500ൽ താഴെയല്ലേ ഉള്ളൂ. അപ്പോൾ അവരെ നേരിട്ട് ബന്ധപ്പെട്ട് ഈ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് ആണ്, അതിൻ്റെ അജണ്ട ഇതാണ്, അമെൻമെൻറ്റ് ബൈല ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ നോട്ടീസ് സർവ് ചെയ്ത് 500ൽ താഴെയുള്ള മെമ്പേഴ്സിൻ്റെ ഒപ്പിട്ട് വാങ്ങാൻ വേണ്ടി കഴിയും. ഇനി അല്ലെങ്കിൽ എന്താണ്, ഒപ്പിട്ട് വാങ്ങിയിട്ടില്ലെങ്കിൽ സ്പീഡ് പോസ്റ്റിലോ അല്ലെങ്കിൽ എന്താണ് രജിസ്റ്റേർഡ് നോട്ടീസായിട്ടോ അയച്ചാലും മതി. 500 പേർക്ക് രജിസ്റ്റേർഡ് നോട്ടീസ് അയച്ചാൽ മതി, സ്പീഡ് പോസ്റ്റിൽ അയച്ചാൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ എന്താ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, കൊറിയർ സർവീസ്. അത് ഹൈക്കോടതിയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റോ അംഗീകരിക്കപ്പെട്ട കൊറിയർ ഏജൻസി വഴി കൊറിയർ സർവീസ് നമുക്ക് അയക്കാൻ പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ മതി. 500ൽ താഴെയാണ് മെമ്പേഴ്സെങ്കിൽ. ഇനി 500ന് മുകളിലാണെങ്കിലോ, 500ന് മുകളിലാണെങ്കിൽ ഒരു 2000-3000 മെമ്പേഴ്സുള്ള ഒരു സംഘമാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തരെയും ബൈ ഹാൻഡിൽ ഒപ്പിട്ട് വാങ്ങുക അത് പ്രായോഗികമല്ല. അങ്ങനെ വരുന്ന കേസിൽ നമ്മളത് എന്താ നടപടിക്രമം? അത് പ്രത്യേകം ഓർത്ത് വയ്ക്കുക. നമുക്ക് സർക്കുലേഷൻ, വൈഡ് സർക്കുലേഷനുള്ള 2 വേർണക്കുലർ ഡെയിലീസ്, മാതൃഭാഷയിലുള്ള 2 വർത്തമാന പത്രങ്ങൾ എന്നാണ് ഇതിൻ്റെ അർത്ഥം. വെർണക്കുലർ ഡെയിലീസ്. അപ്പോൾ മാതൃഭാഷയിലുള്ള ഏതെങ്കിലും 2 വർത്തമാന പത്രങ്ങളിൽ അതിൻ്റെ ഡേറ്റും മറ്റു വിശദാംശങ്ങളും കാണിച്ചുകൊണ്ടുള്ളൊരു പരസ്യം കൊടുക്കണം. നമ്മുടെ ജനറൽ ബോഡി ഡേറ്റും അതിൻ്റെ സമയവും സ്ഥലവും എല്ലാം അജണ്ടയും പ്രതിപാദിച്ചുകൊണ്ടുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുക. അങ്ങനെ കൊടുക്കാൻ കഴിയില്ലേ 500ൽ കൂടുതലുണ്ടെങ്കിൽ? അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് പല നോട്ടീസ് ബോർഡിലും അതിൻ്റെ പിന്നെ പരസ്യം കൊടുക്കാൻ കഴിയും. സംഘത്തിൻ്റെ ഹെഡ് ഓഫീസിലും ബ്രാഞ്ചസിൻ്റെ ഹെഡ് ഓഫീസിൻ്റെയും
പിന്നെ നോട്ടീസ് ബോർഡിൽ അതിൻ്റെ പരസ്യം പതിക്കാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ മുനിസിപ്പൽ കോർപ്പറേഷൻ, വില്ലേജ് ഓഫീസ്, താലൂക്ക് ഓഫീസ് ഇവിടങ്ങളിലെ നോട്ടീസ് ബോർഡിൽ ഈ ജൽ ബോഡിയുടെ പിന്നെ നോട്ടീസ് പതിക്കാൻ വേണ്ടി കഴിയും. പിന്നെ AR ഓഫീസിലോ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസിൻ്റെ നോട്ടീസ് ബോർഡിലും ഇത് പതിക്കാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഇല്ലേ, SMS പോലുള്ള സംവിധാനങ്ങൾ, മൊബൈൽ ഫോൺ, അത് വെച്ചിട്ട് SMS സംവിധാനത്തിലൂടെ മെമ്പേഴ്സിന് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ നോട്ടീസും അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. അല്ലെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇമെയിൽ വഴി അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ എന്താണ്, ഇപ്പോൾ തന്നെ ലോക്കൽ ടെലിവിഷൻസ് ഉണ്ട്, ടെലിവിഷൻസ് നെറ്റ്വർക്ക് ഉണ്ട്. അതിൽ വഴി ഒരു ചെറിയ പരസ്യം, ഒരു സ്ക്രോളിംഗ് അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി കഴിയും. അല്ലെങ്കിൽ തന്നെ ഇതിൻ്റെ പ്രോമിനൻ്റ് ആയിട്ടുള്ള പ്ലേസിൽ, നിങ്ങളുടെ സംഘത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ബാനേഴ്സ് പതിക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇത്തരം സംവിധാനത്തിലൂടെ ജൽ ബോഡിയെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എല്ലാ മെമ്പേഴ്സിനും എത്തിയിരിക്കണം. അതിൻ്റെ രേഖകൾ നിങ്ങൾ സൂക്ഷിക്കുകയും വേണം. അതാണ് പ്രധാനം. ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാം ഉണ്ട്. ഈ രേഖകൾ നിങ്ങൾ കൃത്യമായി സൂക്ഷിക്കുക. സംഘത്തിൽ നിങ്ങളിത് ജെനുവിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ മെമ്പേഴ്സിനും ഈ ജൽ ബോഡി മീറ്റിങ്ങിൻ്റെ വിശദാംശങ്ങൾ എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നതിൻ്റെ തെളിവ് നിങ്ങൾ കൃത്യമായി രേഖാമൂലം സംഘത്തിൽ സൂക്ഷിക്കുകയും വേണം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത് സിമ്പിൾ അല്ലേ? ഇത് നിങ്ങൾ ഒന്നുകൂടി മനസ്സിലാക്കുക. സിസ്റ്റമാറ്റിക്കായിട്ട് 1 by 1 ആയിട്ടാണ് ഞാൻ സംസാരിച്ചത്. അതൊന്നുകൂടെ കേട്ടാൽ ഈ എങ്ങനെയാണ് ബൈല അമെൻമെൻറ്റിൻ്റെ നടപടിക്രമം എന്നുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയും. ഒന്നുമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വസ്തുത. ഈ ബൈല അമെൻമെൻറ്റിൻ്റെ ആപ്ലിക്കേഷൻ ഫോമിനെ കുറിച്ച് ഞാനിപ്പോൾ സംസാരിച്ചു. ഈ ആപ്ലിക്കേഷൻ, എവറി ആപ്ലിക്കേഷൻ ഫോർ ദ അമെൻമെൻറ്റ് ഓഫ് ബൈല ഷുഡ് ബി സൈൻഡ് ബൈ ദ കൺസേൺഡ് ഓഫീസർ. അത് മിക്കവാറും സെക്രട്ടറി ആയിരിക്കും, ആൻഡ് 2 ഡയറക്റ്റ് ബോർഡ് മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി. അപ്പോൾ സെക്രട്ടറിയും 2 ബോർഡ് മെമ്പേഴ്സും ഈ അപേക്ഷയിൽ സൈൻ ചെയ്തിരിക്കണം. പിന്നെ ദാറ്റ് ആപ്ലിക്കേഷൻ കണ്ടെയ്ൻസ് എന്തൊക്കെ കാര്യങ്ങളാണ് അപേക്ഷയിൽ ഉണ്ടായിരിക്കേണ്ടത്. ഇനി നോക്കൂ, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ആപ്ലിക്കേഷനിൽ, ഈ അമെൻമെൻറ്റ് ബൈല അമെൻമെൻറ്റ് ആപ്ലിക്കേഷനിൽ ഞാൻ പറഞ്ഞു സെക്രട്ടറിയും 2 മെമ്പേഴ്സ് ഒപ്പിട്ടിരിക്കണം. എന്തൊക്കെ കണ്ടൻറ്റാണ് അതിൽ ഉണ്ടാകേണ്ടത് നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാവും. എന്തൊക്കെ കണ്ടൻറ്റാണ് ഉണ്ടാകേണ്ടത്. എന്നാണ് ജൽ ബോഡി കൂടിയത്. അപ്പോൾ ഡേറ്റ് ഓഫ് കൺവീനിങ് ഓഫ് ജൽ ബോഡി ഒന്നാമത് എഴുതാൻ പറ്റുമല്ലോ. എന്നാണ് നിങ്ങളുടെ സ്പെഷ്യൽ ജൽ ബോഡി കൂടിയത്, ഡേറ്റ്. പിന്നെ എത്ര ദിവസത്തെ നോട്ടീസ് കൊടുക്കേണ്ടതുണ്ട്, നമ്പർ ഓഫ് ഡേയ്സ് നോട്ടീസ് റിക്വയർഡ് ആസ് പെർ റൂൾ. നിയമപ്രകാരം എത്ര ദിവസത്തെ നോട്ടീസ് കൊടുക്കേണ്ടതുണ്ട്, നിങ്ങൾ എത്ര ദിവസത്തെ നോട്ടീസ് കൊടുത്തു, അപ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് നോട്ടീസ് ഗിവൺ. 3 കാര്യങ്ങളായല്ലോ. ഇനി അതുപോലെ കോറം ഫോർ ദ ജൽ ബോഡി. ഒരു ജൽ ബോഡി കൂടാൻ നിങ്ങൾ നിശ്ചയിച്ചിരിക്കുന്ന കോറം എത്രയാണ്? ഏറ്റവും കുറഞ്ഞ മെമ്പേഴ്സ് എത്ര പേരുണ്ടെങ്കിൽ ജൽ ബോഡി കൂടാം, അതാണ് കോറം. അതെത്ര? നിങ്ങളുടെ ബൈല പ്രകാരം കോറം എത്ര? ഇനി എത്ര പേർ പ്രസൻറ്റായി, നമ്പർ ഓഫ് മെമ്പേഴ്സ് പ്രസൻറ്റ് അറ്റ് ദ ജൽ ബോഡി മീറ്റിംഗ്. പിന്നെ വേറെന്താ, എത്ര പേര് വോട്ട് ചെയ്തു, എത്ര പേരാണ് പ്രസൻറ്റായി എന്നതുപോലെ തന്നെ പ്രസൻറ്റായി എല്ലാവരും വോട്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ എത്ര പേര് വോട്ട് ചെയ്തു, വോട്ട് ചെയ്തവരെല്ലാവരും തന്നെ ഇതിന് ഫേവറായിട്ട് വോട്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ എത്ര പേര് ഫേവറായി വോട്ട് ചെയ്തു, ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് വരണം. ഞാനൊന്നുകൂടി പെട്ടെന്ന് പറയും, ഇത് ആലോചിച്ചാൽ നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. ഡേറ്റ് ഓഫ് ജൽ ബോഡി എന്നാണ്, എത്ര ദിവസത്തെ നോട്ടീസ് കൊടുക്കണം ആസ് പെർ റൂള്, നമ്പർ ഓഫ് ഡേയ്സ് നോട്ടീസ് ബട്ട് ഗിവൺ, എത്ര ദിവസത്തെ നോട്ടീസ് കൊടുത്തു, പിന്നെ കോറം ഫോർ ദ മീറ്റിംഗ് എത്ര മെമ്പേഴ്സ് അറ്റൻഡ് ചെയ്തു അല്ലെങ്കിൽ പ്രസൻറ്റായി, നമ്പർ ഓഫ് മെമ്പേഴ്സ് പ്രസൻറ്റ് ഫോർ ദ ജനറൽ ബോഡി, ദെൻ നമ്പർ ഓഫ് മെമ്പേഴ്സ് വോട്ടഡ് ഇൻ ദ മീറ്റിംഗ് ജനറൽ ബോഡി, നമ്പർ ഓഫ് മെമ്പേഴ്സ് വോട്ടഡ് ഇൻ ഫേവർ ഓഫ് ദ റെസൊല്യൂഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അടങ്ങിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ RCSന് സബ്മിറ്റ് ചെയ്തിരിക്കണം. പിന്നെ ഈ ആപ്ലിക്കേഷനോടൊപ്പം തന്നെ പ്രപ്പോസൽ ഫോർ ദ അമെൻമെൻറ്റ് ഓഫ് ബൈല അക്കമ്പനീഡ് ബൈ എ കോപ്പി ഓഫ് 3 കാര്യങ്ങളാണ് അതിനകത്ത് വരേണ്ടത്. നമ്മൾ ബൈല അമെൻമെൻറ്റ് അപേക്ഷ കൊടുക്കുന്നത് 3 കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കണം. 3 കോളമായിട്ടാണ് കാര്യങ്ങൾ എഴുതേണ്ടത്. ഒന്നാമത്തെ കോളത്തിൽ ആ പ്രപ്പോസൽ, ആ അമെൻമെൻറ്റിൻ്റെ എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ എന്താണ്, നിങ്ങളുടെ ബൈലയിൽ പറയുന്ന എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ എന്താണ്, നിലവിലുള്ള പ്രൊവിഷൻ ഒന്നാമത്തെ കോളത്തിൽ. രണ്ടാമത്തെ കോളത്തിൽ നിങ്ങൾ അമെൻമെൻറ്റ് ഭേദഗതി വരുത്തിയ ഭാഗം എങ്ങനെ, ഇപ്പം 100 എന്നുള്ളത് 1000 ആക്കി വർദ്ധിപ്പിച്ചാൽ ആദ്യത്തെ കോളത്തിൽ 100, രണ്ടാമത്തെ കോളത്തിൽ 1000. ഇനി 100 1000 ആക്കാൻ വേണ്ടുന്ന ആ റീസൺ എന്താണ്. അപ്പോൾ ഇതുപോലെ എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ ഫസ്റ്റ് കോളം, അമെൻമെൻറ്റ് രണ്ടാമത്തെ കോളം,
റീസൺ ഫോർ ദ അമെൻമെൻറ്റ്. എന്തുകൊണ്ടാണ്, അതിൻ്റെ കാരണം എന്താണ്, ഇങ്ങനെ ഒരു മാറ്റം വരുത്താനുണ്ടായ കാരണം എന്താണ്? ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സംഘം ചിട്ടി നടത്തുന്നു. ചിട്ടിയുടെ ഇപ്പോൾ 4 ചിട്ടി, ഇപ്പോൾ 1,00,000 രൂപയുടെ 4 ചിട്ടി നടത്താനുള്ള അധികാരമാണ് ബൈല പ്രകാരം നമുക്കുണ്ടായിരുന്നത്. അപ്പോൾ കൂടുതൽ ആൾക്കാർ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, റിക്വയർമെൻറ്റ് കൂടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ചിട്ടിയുടെ എണ്ണം 10,00,000 രൂപയുടെ ചിട്ടി നടത്താനുള്ള അധികാരം നമ്മുടെ ബൈലയിലില്ല. ബൈലയിൽ അത് ചേർക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ എക്സിസ്റ്റിംഗ് പ്രൊവിഷനിൽ നിലവിൽ 1,00,000 രൂപയുടെ ചിട്ടി മാത്രം. നമ്മൾ മാറ്റാൻ ഉദ്ദേശിക്കുന്ന 1,00,000-ൻ്റെ സ്ഥലത്ത് 10,00,000. എന്തുകൊണ്ട്? റീസൺ, കൂടുതൽ അപേക്ഷകർ വന്നു, അല്ലെങ്കിൽ റിക്വയർമെൻറ്റ് കൂടുതലാണ്, അതാണ് റീസൺ. അപ്പോൾ ഈ രീതിയിലായിരിക്കണം നിങ്ങൾ അമെൻമെൻറ്റ് പ്രപ്പോസൽ തയ്യാറാക്കേണ്ടത്. എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ ഫസ്റ്റ് കോളം, അമെൻഡഡ് പ്രൊവിഷൻ സെക്കൻഡ് കോളം, റീസൺ ഫോർ അമെൻമെൻറ്റ് തേർഡ് കോളം. ഇങ്ങനെ 3 കോളമായിട്ട് ആ നിലവിലുള്ള ഭാഗം മാത്രം നിങ്ങൾ ടൈപ്പ് ചെയ്ത് നീറ്റായിട്ട് ഒപ്പിട്ട് അതിനോടൊപ്പം അപേക്ഷയോടൊപ്പം തയ്യാറാക്കി വെക്കണം. അതോടൊപ്പം തന്നെ 4 കോപ്പീസ് ഓഫ് ടെക്സ്റ്റ് ഓഫ് അമെൻഡ് ബൈല, 4 കോപ്പി അമെൻഡഡ് ബൈലയുടെ ടെക്സ്റ്റിൻ്റെ 4 കോപ്പി നിങ്ങൾ തയ്യാറാക്കി അതിൽ നിങ്ങൾ സെക്രട്ടറിയും മറ്റ് ബോർഡ് മെമ്പേഴ്സും ഒപ്പിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്തിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീ ആണ്. എന്താണ്? ബൈല അമെൻമെൻറ്റിൻ്റെ അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ട്രഷറിയിൽ ചെല്ലാനായിട്ട് നിങ്ങൾക്ക് 500 രൂപ ഡെപ്പോസിറ്റ് ചെയ്ത് അടച്ചതിന് ശേഷം 500 രൂപയുടെ ചെല്ലാൻ. അപ്പോൾ എന്താണ് ബൈല അമെൻമെൻറ്റിൻ്റെ റെക്കോർഡ് ഫീ? 500 rupees ഫോർ ജനറൽ ടൈപ്പ് ഓഫ് സൊസൈറ്റീസ്. ഇനി ഇതിന് എക്സംഷൻ കേസ് ഉണ്ട്. വിമൻ സൊസൈറ്റീസ് ഓർ SC/ST സൊസൈറ്റീസ് ആണെങ്കിൽ ദാറ്റ് ഈസ് ലിമിറ്റഡ് ടു ₹50. 50 രൂപയായിട്ട് ലിമിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ സാധാരണ കേസിൽ 500 രൂപയാണ് ബൈല അമെൻമെൻറ്റിൻ്റെ ഫീസ്. ഇനി വിമൻ സൊസൈറ്റീസിനും പട്ടികജാതി സംഘങ്ങൾക്കും 50 രൂപയും ആയിരിക്കും. ഇത് അടച്ചതിൻ്റെ ചെല്ലാനും ഉൾപ്പെടുത്തിയിരിക്കണം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വേണം? അപേക്ഷയോടൊപ്പം എന്താ വയ്ക്കേണ്ടത്? അപേക്ഷ സെക്രട്ടറിയും 2 ബോർഡ് മെമ്പർമാരും സൈൻ ചെയ്തിരിക്കണം. 3-4-5-6 കാര്യങ്ങൾ അതിനകത്ത് വരേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. എന്താണ് ജനറൽ ബോഡി എന്ന് നടന്നു, എത്ര ദിവസം നോട്ടീസ് റെക്കോർഡാണ്, എത്ര ദിവസത്തെ നോട്ടീസ് നിങ്ങൾ കൊടുത്തു, കോറം എത്രയായിരിക്കും, എത്ര പേര് പ്രസൻ്റായി, എത്ര പേര് വോട്ട് ചെയ്തു, എത്ര പേര് ഫേവറായിട്ട് വോട്ട് ചെയ്തു, ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കണം. പിന്നെ അതിന് 3 കോളം തിരിച്ചിട്ടുള്ള ഒരു പ്രപ്പോസൽ നിങ്ങൾ വെക്കണം. പ്രപ്പോസൽ ഫോർ അമെൻമെൻറ്റ് ഓഫ് ബൈല 3 കോളമായി തിരിച്ച് വെക്കണം. ഫസ്റ്റ് കോളത്തിൽ എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ, സെക്കൻഡ് കോളത്തിൽ അമെൻഡഡ് പ്രൊവിഷൻ, തേർഡ് കോളത്തിൽ റീസൺ ഫോർ ദിസ് അമെൻമെൻറ്റ്, കാര്യകാരണം എന്തുകൊണ്ട് ഈ അമെൻമെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കോപ്പി നിങ്ങൾ വയ്ക്കണം. അതുപോലെ തന്നെ അമെൻഡഡ് ടെക്സ്റ്റ്, ബൈലായുടെ അമെൻഡ് ചെയ്ത ടെക്സ്റ്റിൻ്റെ ആ ബുക്കിൻ്റെ 4 കോപ്പി എല്ലാ മെമ്പർമാരും സൈൻ ചെയ്ത് നിങ്ങൾ വച്ചിരിക്കണം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ റെക്കോർഡ് ഫീസ്, ട്രഷറിയിൽ ഒടുക്കിയ ചെല്ലാനിൻ്റെ കോപ്പി. ഫീസിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു എന്താണ്, സാധാരണഗതിയിൽ 500 rupees, പിന്നെ വിമൻ പട്ടികജാതി സംഘങ്ങൾ 50 രൂപ. ഇതുമായി കുത്തിക്കെട്ടി RCSലേക്ക് ഏൽപ്പിക്കുക. ജെനുവിനാണെങ്കിൽ ബൈല അമെൻഡ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ബൈല അമെൻഡ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? സെക്ഷൻ 12 റൂൾ 9, സെക്ഷൻ 12 റൂൾ 9. അത് ക്ലിയറായിട്ട് നമ്മൾ പഠിച്ചു. ഒന്നുകൂടി സുഹൃത്തുക്കൾ ഈ നടപടിക്രമങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിച്ച് കേൾക്കുക. അതിനുശേഷം നിങ്ങൾ ഒന്ന് മനനം ചെയ്യുക, തനിയെ ഒന്ന് പറഞ്ഞു നോക്കുക. അതിനുശേഷം അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് പോകുന്നതായിരിക്കും നല്ലത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു സെക്ഷനാണ് അവശേഷിക്കുന്നത്. അതായത് നമ്മൾ ഒരു ബൈല അമെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വിശദമായി സെക്ഷൻ 12 റൂൾ 9 നമ്മൾ ഡിസ്കസ് ചെയ്തു, പ്രതിപാദിച്ചു, നമ്മൾ പഠിച്ചു. യാതൊരു സംശയവും അവശേഷിക്കുന്നില്ല. ഒരു കാര്യം നിങ്ങൾ നോക്കുക, ഈ ബൈല അമെൻമെൻറ്റ് എന്ന് മുതൽ പ്രാബല്യത്തിൽ വരും, അതുകൂടി നമ്മളുടെ ആക്റ്റിൽ പറയുന്നുണ്ട്. എന്നാണ് ഇതിൻ്റെ പ്രാബല്യം, എന്ന് മുതൽ ഇത് എഫക്റ്റിൽ വരും? വെൻ അമെൻമെൻറ്റ് ബൈല കം ഇൻ ടു ഫോഴ്സ്, അതാണ് സെക്ഷൻ 13 പറയുന്നത്. ഇത് സെക്ഷൻ 13. സെക്ഷൻ 13 എന്താ? വെൻ അമെൻമെൻറ്റ് ഓഫ് ബൈല കം ഇൻ ടു ഫോഴ്സ് എന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് പറയൂ. അത് പ്രത്യേകിച്ച് പഠിക്കാൻ എന്നുള്ള സംഗതിയല്ല. ഒരു ബൈല അമെൻമെൻറ്റ് എന്നാണ് പ്രാബല്യത്തിൽ വരിക? എന്നാണോ ബൈല അമെൻമെൻറ്റിന് രജിസ്ട്രേഷൻ കിട്ടുക, ബൈല അമെൻഡ് രജിസ്റ്റർ ചെയ്ത് കിട്ടുക, അന്ന് മുതലായിരിക്കും അതിൻ്റെ പ്രാബല്യം. അതിനെന്താ സംശയം? അപ്പോൾ അമെൻമെൻറ്റ് ഓഫ് ബൈല ഓഫ് എ സൊസൈറ്റി കം ഇൻ ടു ഫോഴ്സ് ഓൺ ദി ഡേ ഓൺ വിച്ച് ഇറ്റ് ഈസ് രജിസ്റ്റേർഡ് എന്ന് പറയുന്നൊരു തെറ്റുണ്ടോ? ഏത് ഡേറ്റിലാണോ അത് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് ആ ഡേറ്റ് മുതൽ അതിന് പ്രാബല്യം ഉണ്ടാകും. അൺലെസ് അതർവൈസ് ഇറ്റ് ഈസ് സ്റ്റേറ്റഡ് എ സ്പെസിഫിക് ഡേറ്റ്. അതെന്തിനാണ് അങ്ങനെ പറയുന്നത്?
ഒരു പ്രത്യേക ഡേറ്റ് മുതലേ ഇതിന് പ്രാബല്യമുള്ളൂ എന്ന് പറയപ്പെടാത്തിടത്തോളം കാലം എന്നാണ് എൻ്റെ അർത്ഥം. ഒരു പ്രത്യേക ഡേറ്റ് മുതൽ എന്ന് നമ്മുടെ ബൈല അമെൻമെൻറ്റിൽ RCS പറഞ്ഞാൽ ആ ഡേറ്റ് മുതൽ മാത്രമേ പ്രാബല്യമുള്ളൂ. അല്ലെങ്കിൽ കൃത്യമായിട്ട് എന്നാണോ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ആ ഡേറ്റ് മുതലായിരിക്കും ഇതിൻ്റെ പ്രാബല്യം. ഇത് കൃത്യമായി മനസ്സിലായല്ലോ. An amendment of bylaw of a society shall, unless it is expressed to come into force on a particular date, come into force on the day on which it is registered. കൃത്യമായും മറ്റൊരു ഡേറ്റ് എന്ന് പറഞ്ഞാൽ ആ ഡേറ്റാണ്. ഇല്ലെങ്കിൽ എന്താണോ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് ആ ഡേറ്റിലായിരിക്കും ബൈല അമെൻമെൻറ്റ് പ്രാബല്യത്തിൽ വരിക. ഇത് പറഞ്ഞു വെച്ചിരിക്കുന്നത് സെക്ഷൻ 13. അതുകൊണ്ട് ഇതിനെ സെക്ഷൻ 13 എന്ന് പറയും. അപ്പോൾ സെക്ഷൻ 13 എന്താണ്? വെൻ അമെൻമെൻറ്റ് ഓഫ് ബൈല കം ഇൻ ടു ഫോഴ്സ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സെക്ഷൻ 10 നമ്മൾ കണ്ടു, എന്താണ് ചേഞ്ച് ഓഫ് നൈം. 11 നമ്മൾ കണ്ടു, എന്താണ് ചേഞ്ച് ഓഫ് ലൈബിലിറ്റി. 12 നമ്മൾ കണ്ടു, എന്താണ് ബൈല അമെൻമെൻറ്റ്. 13 നമ്മൾ കണ്ടു, വെൻ അമെൻമെൻറ്റ് ബൈല കം ഇൻ ടു ഫോഴ്സ്. 10, 11, 12, 13 ഇതുമായി ബന്ധപ്പെട്ട 2 റൂളുകൾ നമ്മൾ നോക്കി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് നമ്മൾ ഈ ഘട്ടത്തിൽ നമ്മൾ നോക്കിയത്. ഇതിൽ ഒത്തിരി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് ഈ ഘട്ടത്തിൽ ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. വിശദമായിട്ടുള്ള ഡിസ്കഷൻ നമുക്ക് പിന്നാലെ വരുന്നുണ്ട്. വളരെ എഫക്റ്റീവായിരുന്നല്ലേ ഇന്നത്തെ ക്ലാസ്? കഴിഞ്ഞ പാർട്ടിൽ പോലെ തന്നെ നമ്മൾ ഈ സെക്കൻഡ് പാർട്ടിൽ പഠിച്ച സംഗതികളും വളരെ എഫക്റ്റീവാണ്, വളരെ ക്രൂഷ്യലാണ്, എക്സാമിനേഷനിലും വളരെ യൂസ്ഫുള്ളുമായിരിക്കും. എൻ്റെ വിദ്യാർത്ഥികൾ ഇത് പലവട്ടം കാണുക. ഇതിൽ കിട്ടാവുന്ന പരമാവധി മാർക്കുകൾ പോക്കറ്റിലേക്ക് ആക്കുക. ഇതാണ് ഇന്നത്തെ ഈ വീഡിയോ. ഇന്ന് ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു. നമുക്ക് വീണ്ടും അടുത്തയാഴ്ച ഇതിൻ്റെ ബാക്കി പാഠഭാഗങ്ങളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഓടിയെത്തും. അടുത്ത തിങ്കളാഴ്ച ഇതേ സമയം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ സൈനിങ് ഓഫ്, നിങ്ങളുടെ അജിത് കുമാർ. ബൈ.